ഹായ് പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് ജീപ്പിലൊരു സവാരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഗസ്റ്റൊക്കെ ഉണ്ട്. നമ്മൾ ജോസേട്ടനാണ് വണ്ടി ഓടിക്കണത്. ആണോ ജോസേട്ടൻ? വളരെ രസകരമായ റൂട്ടിൽ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. സാധാരണ ഞാൻ ജീപ്പൊക്കെ ഗസ്റ്റിന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യാൻ പതിവ്. കാരണം വെച്ചാൽ നമുക്ക് ചായയൊക്കെ കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മൾ അത്രയും 2 മണിക്കൂർ നമ്മളവിടെ നിൽക്കാറാണ് പതിവ്. പക്ഷേ ഗസ്റ്റിന് ഭയങ്കര നിർബന്ധമായിരുന്നു കൂടെ പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ജീപ്പ് സവാരി അവർ കൂടെ പോകുന്നതാണ്. എന്നാലും നല്ല ഭംഗിയാട്ടോ എല്ലാ സ്ഥലങ്ങളും. കാര്യം ഇതിക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇവർ കൂടെ വന്നത്. ഈ സമയത്തൊക്കെ വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒരുപാടുള്ള സമയത്തൊക്കെ ഇവിടെയൊക്കെ മുങ്ങിക്കിടക്കും, നല്ല ഭംഗിയായിരിക്കും. ഈ ബ്രിഡ്ജിൻ്റെ മേളിലൊക്കെ നല്ല വ്യൂ പോയിൻ്റുള്ള സ്ഥലമുണ്ട്. താഴെ വെള്ളം, അതുപോലെ തന്നെ വെള്ളം വളരെ കുറവാണ് പല സ്ഥലങ്ങളിലും. ഇനിയിപ്പോൾ മഴക്കാലമാകുമ്പോൾ സീസൺ ആകുമ്പോഴാണ് അതിൻ്റെ വെള്ളമൊക്കെ കൂടുതലുണ്ടാവുള്ളൂ. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. എന്നാലും ഫോട്ടോസൊക്കെ ഇവർക്ക് എടുത്തു കൊടുക്കും കേട്ടോ. നമ്മളെല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഗസ്റ്റിന് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല സ്ഥലത്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കും. അവരും വലിയ ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മൾ പൊന്മുടി ഡാമിൻ്റെ മേളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പൊന്മുടി ഡാമിൻ്റെ മേളിൽ നല്ല ഭംഗിയാണ്. ഇതിൽ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നു കേട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ ഫിലിം ഷൂട്ടിങ്ങൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. പൊന്മുടി ഡാമിൻ്റെ ഈ സൈഡ് ഭാഗത്തൊക്കെ ഫിലിം ഷൂട്ടിങ്ങൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ മേളിലൊരു കുതിരസവാരി ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകണത് കേട്ടോ. അപ്പോൾ ഗസ്റ്റിന് കുതിരസവാരി കൊടുക്കാം. അതുപോലെ മേളിൽ നിന്നുള്ള വ്യൂ പോയിൻ്റ് കാണിച്ചു കൊടുക്കാം. മേളിൽ നിന്നുള്ള വ്യൂ പോയിൻ്റ് വളരെ ഭംഗിയാട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. സൺസെറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മേളിലേക്ക് സൺസെറ്റ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ ഉള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിനു മുമ്പ് കുതിരസവാരിയും കൂടി ഉണ്ട്. കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ നമ്മുടെ ഈ പൊന്മുടി ഡാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റും. വീഡിയോസൊക്കെ നമ്മൾ വളരെ കുറച്ചാണ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. കുതിരസവാരിയൊക്കെ അവർക്ക് കൊടുത്തു. വളരെ ഹാപ്പിയായി ഗസ്റ്റ്. പൊതുവേ മൂന്നാറിലെ ജീപ്പ് സവാരിക്ക് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ ജീപ്പ് സവാരിക്ക് വന്നു കഴിഞ്ഞാൽ. എന്തായാലും വരാത്തവരുണ്ട് തീർച്ചയായിട്ടും പൊന്മുടി ഡാമിൻ്റെ മേളിലെല്ലാം വന്ന് കണ്ടിട്ട് പോകണം. അത്രയും നല്ല ഭംഗിയാണ്. ഇപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടി ഞങ്ങൾ മേളിലേക്ക് പോകാനുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ സൺസെറ്റ് മേളിൽ പോയി കണ്ടിട്ട് നമ്മൾ താഴത്തേക്ക് തിരിച്ചിറങ്ങി പോരും. അപ്പോൾ നമ്മൾ മേളിലേക്ക് കയറി പോകുന്നതായിരുന്നു. കാരണം വീഡിയോസ് നമുക്ക് കുറച്ചിടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കണേ. അപ്പോൾ സൺസെറ്റ് ഭംഗിയായിരുന്നു. നമ്മൾ സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി പോന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ താഴെ ഒരു കമൻറ്റും കൊടുക്കുക. അപ്പോൾ എന്തായാലും ഞാനും വളരെ ഹാപ്പിയാണ്, നമ്മുടെ ഗസ്റ്റും വളരെ ഹാപ്പിയാണ്. നിങ്ങളും ഈ വീഡിയോസ് കണ്ട് ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.